നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മത്തങ്ങയും പയറും എരിശ്ശേരിയാണ്. മത്തങ്ങയും പയറും എരിശ്ശേരി നമുക്ക് ഒരു മെയിൻ കറി ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ ഒരു കൂട്ടുകറി ആയിട്ട് കഴിക്കാനും, ഇനി അതല്ല ഇത് മാത്രമായിട്ട് ചോറിനാനൊക്കെ അടിപൊളി ടേസ്റ്റ് ആണ്. വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു പച്ചക്കറി വിഭവമാണ്. അപ്പൊ എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടെ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറയലുണ്ട്, നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ കാണാം. ഒരുപാട് ആളുകൾ ചാനൽ കാണുന്നുണ്ട്, വ്യൂവേഴ്സ് ഉണ്ട്, പക്ഷെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുടെ എണ്ണം കുറവാണ്. അപ്പൊ ഒന്ന് മാക്സിമം നിങ്ങൾ കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഉപകാരമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ കാണാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള മത്തങ്ങയും പയറും കറി നമുക്ക് ഉണ്ടാക്കി വെക്കാം. അപ്പൊ മത്തങ്ങ പയർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ വൻപയർ എടുത്തിട്ടുള്ളത് ഒരു കപ്പാണ്. ഒരു കപ്പ് വൻപയർ ഞാൻ ഒരു 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ടിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ എപ്പോഴും വൻപയർ എടുക്കുമ്പോൾ ഒരു 4 മണിക്കൂറെങ്കിലും മിനിമം വെള്ളത്തിലിട്ട് വെക്കണം. അല്ലെങ്കിൽ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഞാനൊരു 3 മണിക്കൂർ 4 മണിക്കൂറാണ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മത്തങ്ങ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 1/2 കിലോ മത്തങ്ങയാണ്. അത് ഇതുപോലെ കുറച്ച് വലിയ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഞാൻ പയർ വേവിക്കാനായിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ചിട്ടുള്ള വെള്ളത്തിലിട്ട് കഴുകി വെച്ചിട്ടുള്ള പയർ ചേർത്ത് കൊടുക്കുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് മത്തങ്ങ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മത്തങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഇതിലേക്ക് നമുക്ക് ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1.25 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പൊ നമുക്ക് ഇതിനൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 4 വിസിൽ അടിക്കുന്നത് വരെ ഇതിനെ നല്ല രീതിയിൽ ഒന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. അപ്പൊ നമുക്ക് ഈ മത്തങ്ങയൊക്കെ നല്ലപോലെ വെന്ത് വരും. മത്തങ്ങ നല്ലപോലെ വെന്ത് ഉടഞ്ഞു പോകുന്നതാണ് നല്ലത്. അപ്പൊ ഒരു 4 വിസിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് പാകത്തിന് പയറും അതുപോലെ തന്നെ മത്തങ്ങയൊക്കെ വെന്ത് കിട്ടും. അപ്പൊ നമുക്കൊരു 4 വിസിൽ അടിപ്പിക്കാം. അപ്പൊ നമുക്ക് ഈ സമയം കൊണ്ട് കുറച്ച് തേങ്ങ മിക്സിയിൽ അടിച്ചെടുക്കണം. അപ്പൊ ഞാൻ ആ മിക്സിയുടെ ബൗളിനകത്ത് ഒരു ബൗൾ ഫുള്ളായിട്ട് ഒരു 3/4 ഭാഗത്തോളം തേങ്ങ ചേരേണ്ടി ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു നുള്ള് നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇതിനൊന്ന് അരച്ചെടുക്കണം. കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇതുപോലെ ടൈറ്റ് ആയിട്ട് അരച്ചെടുക്കണം. ഒരുപാട് ഫൈനായിട്ട് സ്മൂത്ത് ആക്കി അരച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു തരി തരി കിട്ടുന്ന രീതിയിൽ നമുക്ക് അരച്ചെടുത്താൽ മതി. അപ്പൊ ഈ രീതിയിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് തേങ്ങ. അപ്പൊ നമ്മുടെ മത്തങ്ങയും പയറും ഒരു 4 വിസിൽ അടിച്ചപ്പോൾ തന്നെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് വെള്ളമൊന്നുമില്ല, കറക്റ്റ് പാകത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങ നേരത്തെ അരച്ചു വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ തേങ്ങ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ തേങ്ങ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം നമുക്ക് ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കാം. ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ തേങ്ങ നമ്മൾ മിക്സിയിൽ അടിച്ച് ജാറിൽ തന്നെയാണ് ഞാൻ ഈ വെള്ളം ഒഴിച്ചിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അത് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങയും അതുപോലെ തന്നെ ഈ വെന്ത നമ്മുടെ പയറും അതുപോലെ തന്നെ മത്തങ്ങ എല്ലാം കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങ ചേർത്ത് കൊടുത്ത് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. അപ്പൊ ഈ സമയം ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. നേരത്തെ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചൊരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ എങ്ങനെയാണോ ഉപ്പ് പാകാണോ ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഉപ്പ് ചേർക്കാം. എന്നിട്ട് നല്ലതുപോലെ ഈ മത്തങ്ങ ഒന്ന് ഉടച്ചു കൊടുക്കാം. മത്തങ്ങ ഉടഞ്ഞു കിടക്കുന്നതാണ് നല്ലത്. അത് ഇങ്ങനെ പീസായിട്ട് കിടക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ഈ പയറും കൂടെ ഒന്ന് ഉടഞ്ഞു കിടക്കുന്നതാണ്. അപ്പൊ നല്ലതുപോലെ മത്തങ്ങ ഉടച്ചെടുക്കുക. അപ്പൊ നമ്മൾ തേങ്ങ അരച്ച് ഒഴിച്ചതിന് ശേഷം വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒരുപാട് വേവിച്ചെടുക്കേണ്ട കാര്യമില്ല. നമ്മൾ തേങ്ങ ഒക്കെ ചേർത്തതിന് ശേഷം നമ്മളൊന്ന് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അത് മടച്ചിട്ട് വേവിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓൾറെഡി എല്ലാം വെന്തതാണ്. അപ്പൊ നല്ലപോലെ ഒന്ന് മിക്സായി വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പൊ നമുക്ക് ഇനി മത്തങ്ങയും പയറൊന്ന് കടുക് വറുത്തെടുക്കണം. അപ്പൊ ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഒരു 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇടുന്നുണ്ട്. അപ്പോൾ കടുക് നല്ലപോലെ പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉലുവയും കൂടി പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഒരു 3 വറ്റൽമുളക് പൊളിച്ചിട്ട് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് തീ കുറച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 2-3 ടീസ്പൂണ് കോക്കനട്ട് നന്നായിട്ട് സ്ക്രാപ്പ് ചെയ്ത് ചെറിൻ്റെ തേങ്ങ കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ തേങ്ങ നമ്മൾ തീ കുറച്ചിട്ടാണ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. അപ്പോൾ നേരത്തെ നമ്മളെ മുളക് ഇതെല്ലാം അത്യാവശ്യം നമുക്ക് മൊരിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ തേങ്ങയും കൂടി ഇട്ട് കഴിഞ്ഞാൽ തീ എന്തായാലും കുറച്ച് വെക്കണം. അപ്പോൾ തേങ്ങ നല്ലപോലെ വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഈ കളറിലായി കഴിഞ്ഞാൽ നല്ലതുപോലെ വറന്നു വന്നിട്ടുണ്ടാവും.
അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ച മത്തങ്ങയും പയറും നമ്മൾ തേങ്ങയൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. തേങ്ങയും ഒക്കെ നല്ലതുപോലെ ഇതിനകത്ത് മിക്സ് ആയി കിട്ടണം. ഈ ഒരു ടൈറ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് ഇത് വേണ്ടത്. ഇത് കൂട്ടുകറി എന്ന് പറഞ്ഞാൽ ഇതേപോലെ ആയിരിക്കണം, ടൈറ്റ് ആയിട്ട്. ഒരുപാട് എന്ത് ലൂസായി പോകാൻ പാടില്ല. ഇത് പെർഫെക്റ്റ് ആണ്, കറക്റ്റ് പാകത്തിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇത്രയും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന സാധനമാണ്. അപ്പോൾ ഇത്രയുള്ളത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്താലാണ് അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. അതായത് എല്ലാ ഭാഗത്തേക്കും നമ്മൾ ഇട്ട് കൊടുത്തുള്ള വറവ് എത്തൂല. അപ്പോൾ അതുകൊണ്ട് കടുക് പൊട്ടിച്ചതിൻ്റെ വറവെല്ലാം എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അധികം ഒന്നുമില്ല, തീ വല്ലാതെ കൂട്ടി വെക്കേണ്ട കാര്യമൊന്നുമില്ല. ആ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മത്തങ്ങയും പയറും എലിശ്ശേരി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുള്ള സാധനമാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ കറിയാണിത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. ഒരുപാട് ആളുകൾ ചാനൽ കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുകയും കൂടി ചെയ്യാം. താങ്ക്